सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। ഭഗവത്ഗീത നാലാമത്തെ അധ്യായം 6ാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണ്, ഞാൻ ജനിക്കുന്നില്ല, ജനിച്ചിട്ടില്ല ഒരിക്കലും, എങ്കിലും അവ്യയ ആത്മ, എന്നിൽ ഒരു മാറ്റമും വരുന്നില്ല. ഭൂതാനാം ഈശ്വര, ഞാൻ എല്ലാ ജീവികളുടെയും ഈശ്വരനാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്ന പ്രഭുവാണ്. അപ്പിസൻ, അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വാം, എൻ്റെ സ്വന്തം പ്രകൃതിനെ, അതായത് എൻ്റെ ലോകത്തിനെ അധിഷ്ഠായ, നിയന്ത്രിച്ചുകൊണ്ട്, അതിനെ കീഴടക്കിക്കൊണ്ട്, ഞാൻ ആൾക്കാരെ കൊല ചെയ്യപ്പെട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും. പക്ഷെ അതിൽ കേന്ദ്ര സർക്കാരിന് ഞാൻ ആത്മമായയ, ഞാൻ എൻ്റെ മായ കൊണ്ട് സംഭവാമി, വരുന്നു, രൂപം ധരിക്കുന്നു എന്നാണ്. ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിനു മുമ്പ് അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു 4ാമത്തെ അധ്യായത്തിൽ. ഭഗവാൻ ജനിച്ചത് ഇപ്പോഴാണല്ലോ, ഞാനും ഇപ്പോഴാണല്ലോ ജനിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇത് സൂര്യഭഗവാൻ പറഞ്ഞു എന്നും, വിവസ്വാൻ എന്ന് വെച്ചാൽ സൂര്യ ഭഗവാൻ. അപ്പൊ സൂര്യഭഗവാന് പറഞ്ഞു എന്നും, സൂര്യഭഗവാൻ മനുവിന് പറഞ്ഞു എന്നും, മനു ഇക്ഷ്വാക്കുവിന് പറഞ്ഞു എന്നും, ഈ പഴയ കഥ ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നു? ഞാനിപ്പോ അല്ലേ ജനിച്ചത്, നിങ്ങളിപ്പോ കുറച്ച് വർഷം മുമ്പല്ലേ ജനിച്ചത്. അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ബന്ധം വേറാണെങ്കിലും അവര് സഖ പോലെയാണ്, അതായത് സുഹൃത്ത് പോലെയാണ് അവര് പഴകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ തന്നെ 11ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപം കണ്ടു കഴിഞ്ഞിട്ട് അർജുനൻ പേടിച്ച് പറയും, ഓ സഖേതി മത്വ പ്രസഭം യദുക്തം. പ്രസഭം എന്ന് വെച്ചാൽ ചീത്തവാക്ക്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ തെറി. അതൊക്കെ പറഞ്ഞു ഞാൻ. അയ്യോ, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇതുപോലെ വലിയ സംഭവമാണെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേന്ന്, ക്ഷമിക്കണേ എന്നൊക്കെ. അപ്പോ അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ആദ്യം ഇത് സൂര്യഭഗവാന് പറഞ്ഞു, പിന്നെ സൂര്യഭഗവാൻ മനുവിന് പറഞ്ഞു, മനു ഇക്ഷ്വാക്കുവിന് പറഞ്ഞു എന്നൊക്കെ പഴയ കഥയൊക്കെ എങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ടാണ് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയുന്നത്, നിന്റെ കുറെ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്റെയും കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ അത് നിനക്ക് ഒന്നും ഓർമ്മയില്ല, എനിക്കെല്ലാം ഓർമ്മയാണ്. അപ്പൊ അവിടെ എന്താ ആൾക്കാർ വിചാരിക്കുമോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ തന്നെ പുനരപ്പി മരണം, പുനരപ്പി ജനനം, പുനരപ്പി ജനനി ജഠരേ ശയനം എന്ന് അജ്ഞാനം കൊണ്ട് ചാക്രിക അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതുകൊണ്ട് തന്നെ തീരെ വൈകാതെ അടുത്ത ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, അങ്ങനെയല്ല. മറ്റുള്ള ആൾക്കാർ ജനിക്കുന്നത് കർമ്മഫലത്തിന് വേണ്ടിയിട്ടാണ്, കർമ്മഫലം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ജനിച്ചത്. സ്വാം പ്രകൃതിം അധിഷ്ഠായ, എൻ്റെ പ്രകൃതിനെ
അതായത് എൻ്റെ സ്വഭാവത്തിനെ അധിഷ്ഠായ, എൻ്റെ സ്വഭാവത്തിനെ കീഴടക്കിക്കൊണ്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. സംഭവാമി ആത്മമായ, ഞാൻ അങ്ങനെ ഒരു രൂപം ധരിക്കുന്നു. സംഭവാമി ആത്മമായ, എൻ്റെ മായ കൊണ്ട് തന്നെ. അപ്പോ മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകാനന്ദ സ്വാമികൾ മായയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നു, മായ ഇസ് നത്തിങ് ബട്ട് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. എന്താണോ വസ്തുത അതിനെ പറയുന്നത് തന്നെയാണ്, അത് തന്നെയാണ് മായ. മായ എന്ന് പറഞ്ഞ വസ്തുത, അതായത് നമുക്ക് കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അതിനൊരു നിലനിൽപ്പ് ഇല്ല, അത് ശാശ്വതമല്ല. അതാണ് മായ. അപ്പോ ഈ മായയിൽ എന്താകുന്നു? ഈ ലോകം ഉള്ള പോലെ തോന്നുന്നു, ശരീരം ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ ഈ ശരീരമോ ഈ ലോകമോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഭഗവാൻ അവതാരം എടുക്കുന്ന പോലെ തോന്നുന്നു, ശരീരം ധരിക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് മായയാണ്. അപ്പോൾ അത് പെട്ടെന്നൊരു ചോദ്യം വരും, എപ്പോഴാണ് ആത്മമായയാ സംഭവാമി? എപ്പോഴാണ് ഭഗവാന്റെ മായ ഉപയോഗിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ജനിക്കുന്നത്? അപ്പൊ അത് എപ്പോഴാണ്, എന്താണ് അതിന് കാരണം എന്നുള്ളതും ചോദിക്കണമല്ലോ. അപ്പോൾ ഭഗവാൻ സർവവ്യാപിയാണ്, അന്തര്യാമിയാണ്, സർവശക്തനാണ്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് ഒരു രൂപം ധരിച്ചു വരണം എന്നുള്ളതൊരു ചോദ്യമാണ്. അവതാരം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ അവതാരത്തിന്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ടാണ് അവതാരം എടുക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ അതിന് ഉത്തരമാണ് 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ എല്ലാവരും ഒരുപാട് തവണ കേട്ട ഭഗവത്ഗീത ശ്ലോകം. ചില ആൾക്കാർ ഭഗവത്ഗീതയിൽ വേറെ ശ്ലോകം കേട്ടിട്ടില്ലെങ്കിലും ഏതായാലും 2 ശ്ലോകം കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് രാമകൃഷ്ണ മിഷനിൽ പോകുന്ന ആൾക്കാർ ഒന്ന് ബ്രഹ്മാർപ്പണം കേട്ടിട്ടുണ്ടാവും. 4ാമത്തെ അധ്യായത്തിൽ തന്നെ, ഈ അധ്യായത്തിൽ തന്നെ 24ാമത്തെ ശ്ലോകം, അത് ഏതായാലും കേട്ടിട്ടുണ്ടാവും. പിന്നെ ഈ യഥാ യഥാ ഹി ധർമ്മസ്യ എന്നുള്ള ശ്ലോകം. അപ്പൊ എന്താണ് ഈ ശ്ലോകം? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. ഇതിനോടൊപ്പം 8ാമത്തെ ശ്ലോകം ഒരുമിച്ച് വായിക്കുന്നതാണ് പതിവ്, പക്ഷെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നോക്കാം. ഭാരത, അതായത് ഭരത രാജാവിന്റെ വംശത്തിൽ ജനിച്ച, ഭരതവംശത്തിൽ ജനിച്ചവനെ, അർജുനനെയാണ് ഉദ്ദേശിക്കുന്നത്. യഥാ യഥാ, എപ്പോഴൊക്കെയാണോ, ഹി തീർച്ചയായിട്ടും, ധർമ്മസ്യ ധർമ്മത്തിന്റെ, ഗ്ലാനിഹി വീഴ്ച, അധർമ്മസ്യ അധർമ്മത്തിന്റെ, അഭ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ അത് കൂടുന്നത്, ഭവതി സംഭവിക്കുന്നു, തഥാ അപ്പോൾ, അഹം ഞാൻ, ആത്മാനം എന്നെ തന്നെ, സൃജാമി ഞാൻ എന്നെ ശരീരത്തിൽ കൊണ്ടുവരുന്നു, അതായത് ഞാനൊരു രൂപം ധരിക്കുന്നു, ശരീരം ധരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിന് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിന്റെ ആമുഖത്തിൽ ശങ്കരാചാര്യദേവൻ പറയുന്നു, ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു തത്വശാസ്ത്രം അത് കുറേ ദിവസം ഇങ്ങനെ ആൾക്കാർ അനുഷ്ഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചു വരുമ്പോൾ,
കാലം കൊണ്ട് അവിടെ കുറേ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാലം കൊണ്ട്, അതായത് ഇത്രയും കാലമാകുമ്പോൾ അവിടെ തെറ്റുകൾ സംഭവിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനെ തിരുത്താനും അതിലെന്തൊക്കെയാണോ മറന്നുപോയത് അതൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്താനും ഭഗവാൻ അവതാരം എടുക്കുന്നത് പോലെ വരുന്നു. അപ്പോൾ അവതാരം എടുക്കുന്നില്ല യഥാർത്ഥത്തിൽ, കാരണം ഭഗവാൻ സർവവ്യാപിയായതുകൊണ്ട് എങ്ങനെ അവതാരം എടുക്കും എന്നുള്ളത് ആണ് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നത്. അപ്പോൾ അവതാരം എടുക്കുന്ന പോലെ വരുന്നു. അങ്ങനെ വന്ന ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീത അത് ഉപദേശമാണ് എന്നാണ് അവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുറെ കാലമായാൽ ഏതൊരു പ്രവർത്തനത്തിനും ഏത് തത്വശാസ്ത്രത്തിനും വീഴ്ച ഉണ്ടാകാൻ, അതിൽ പല കാര്യങ്ങൾ തെറ്റായിട്ട് പ്രവർത്തിക്കാനും തെറ്റായിട്ട് അതിനെ അനുകരിക്കാനുമുള്ള സാധ്യത ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ധർമ്മ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ ഇവിടെ അതിന്റെ ഉദ്ദേശം എന്താണ്? ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി യഥാ യഥാ, എപ്പോഴൊക്കെയാണോ ധർമ്മത്തിൽ വീഴ്ച വരുന്നത്. അപ്പോ ഈ ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് കാണാതെ പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു എന്നാണ്. ഹാനി, ഗ്ലാനി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹാനി എന്നാണ്, അതായത് നഷ്ടപ്പെടുന്നു, കാണാതെ പോകുന്നു. ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരൊക്കെ എന്തൊക്കെ ചെയ്യണോ, അതായത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ് ധർമ്മം. എന്തൊക്കെയാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്? അങ്ങനെ നോക്കിയാൽ ഒരു വിദ്യാർത്ഥി പഠിക്കണം, ഒരു അധ്യാപകൻ പഠിപ്പിക്കണം, പോലീസ് നിയമം എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഇതാണ് ഓരോ വ്യക്തിയുടെയും കർത്തവ്യം. ആ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്ന അവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതം അനുസരിച്ച് ആ കർത്തവ്യമുണ്ടാവും. ആ കർത്തവ്യം വേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അവിടെ ധർമ്മ ഹാനി ഉണ്ടാവുന്നുണ്ട്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഇതുവരെ പറഞ്ഞ വേറെ ഒരു സ്വധർമ്മം എന്നുള്ള വാക്ക്, അത് 2-ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നു. അപ്പൊ സ്വധർമ്മം എന്നുള്ളതാണ് ഇവിടെ ധർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണോ ഒരു വ്യക്തി ആ ജീവിതത്തിൽ ചെയ്യേണ്ടത്, കർത്തവ്യമായി അനിവാര്യമായി ചെയ്യേണ്ടത്, അതാണ് ധർമ്മം. അതാണ് ധർമ്മം. മാത്രമല്ല ഈ ധർമ്മത്തിന് എന്താണ് സ്വഭാവം? ഇത് ഒരു വ്യക്തിക്ക് നന്മ കൊണ്ടുവരും, ആ വ്യക്തിയുടെ ജീവിതം ഉന്നത തലത്തിലേക്ക് എത്തിക്കും. ശ്രേയ സാധനം എന്നാണ് അതിനെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ വിശേഷിപ്പിക്കുന്നത്. ശ്രേയ എന്ന് വെച്ചാൽ നന്മ, നല്ലത്, ശ്രേയ. ആ ശ്രേയ ജീവിതത്തിൽ നേടാനുള്ള വഴിയാണ് ധർമ്മം. അതാണ് ധർമ്മം. അധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ നേർവിപരീത കാര്യം. ജീവിതം ചീത്തയായി പോകാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖം കൊണ്ടുവരാനുള്ള വഴിയാണ് അധർമ്മം. അപ്പോ എപ്പോഴൊക്കെയാണോ ഒരു വ്യക്തി കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത്, അപ്പോഴാണ് അധർമ്മം ഉണ്ടാവുന്നത്. കർത്തവ്യത്തിനെ പാലിച്ചുകൊണ്ടിരുന്നാൽ, കർത്തവ്യം തെറ്റിക്കാതെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് ധർമ്മമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ധർമ്മം കുറയില്ല. അധർമ്മം
കൂടുകയുമില്ല. അധർമ്മം അങ്ങനെ ഉണ്ടാവും. എപ്പോഴാണിത്? അവനവൻ്റെ സ്വധർമ്മം നല്ലോണം അനുഷ്ഠിച്ചാൽ ആ വ്യക്തിക്ക് അധർമ്മം അനുഭവിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇവിടെ ഈ ധർമ്മം ഇല്ലാതെയാകുമ്പോഴാണ് പ്രശ്നം. ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനെ കുറിച്ച് വിവേകാനന്ദ സ്വാമികളും പറയുന്നു, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനും പറയുന്നു. അതായത് ഭഗവാന്റെ അവതാരം, ഭഗവാൻ വന്നത് ഇവിടെ ഒന്നിനെയും നഷ്ടപ്പെടുത്താനല്ല, ഒന്നിനെയും പൊളിക്കാനല്ല. കിച്ചു ഭാങ്തെ ആശന്നി, അതായത് ഒന്നും പൊളിക്കാൻ അല്ല അവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്വാമിജി വേറെ സ്ഥലത്ത് പറയുന്നു, ടു റിമൂവ് ദ കോബ്വെബ്സ് ഓഫ് റിലീജൻ. ആ ധർമ്മം അല്ലെങ്കിൽ മതപരമായ ജീവിതത്തിൽ കുറച്ച് മാറാല, അതായത് കുറച്ച് മാലിന്യമുണ്ട്, അത് വൃത്തിയാക്കി എടുക്കാനാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ അവതാരം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒന്നും മാറ്റി, മൊത്തമെല്ലാം മാറ്റി പുതിയ ഒരു വഴി കൊണ്ടുവരാനല്ല, പക്ഷെ ഉള്ള വഴികൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നു, അത് അതുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനും, അങ്ങനെ ഏതെങ്കിലും വഴിയിൽ ആത്മീയ പാതയിൽ എന്തെങ്കിലും മറന്നുപോയിരുന്നെങ്കിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇത് രണ്ടാമത്തെ വരിയിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്തിനാ വരുന്നത്? അപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സാധൂനാം പരിത്രാണായ. ശ്ലോകം എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധൂനാം പരിത്രാണായ. സാധു എന്ന് വെച്ചാൽ സജ്ജനങ്ങൾ, നല്ല വ്യക്തി, സത് ജനങ്ങൾ, സാധു നല്ല വ്യക്തി. ഇവിടെ സാധു എന്ന് വെച്ചാൽ സന്യാസിനെയല്ല ഉദ്ദേശിക്കുന്നത്. പരിത്രാണായ, അവരിനെ രക്ഷിക്കാൻ വേണ്ടിയും, ച ദുഷ്കൃതാം വിനാശായ, തിന്മ ചെയ്യുന്ന ആൾക്കാരനെ, ചീത്ത ആൾക്കാരനെ, അവരുടെ നാശത്തിന് വേണ്ടിയും, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയും, യുഗേ യുഗേ സംഭവാമി, ഓരോ യുഗത്തിലും ഞാൻ സംഭവാമി, ഞാൻ വരുന്നു. യുഗേ യുഗേ സംഭവാമി. അപ്പോ ത്രേതായുഗത്തിൽ രാമചന്ദ്രനായി വരുന്നു, ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായി വരുന്നു, അപ്പോൾ ഈ കലിയുഗത്തിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണനായി വരുന്നു എന്നാണ്, അങ്ങനെ ഒരു പാട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണിത്. അപ്പോൾ ഓരോ യുഗത്തിലും യുഗേ യുഗേ സംഭവാമി, ഓരോ യുഗത്തിലും. എന്തുകൊണ്ടാണ് യുഗം? യുഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം, എത്രയോ വർഷങ്ങൾ. ആ വർഷത്തിൽ എന്താവുന്നു? നമ്മൾ ധർമ്മം എന്താണ് എന്നുള്ളത് മറന്നു പോകുന്നു, ധർമ്മം എന്താണെന്നുള്ളത് മറന്നു പോകുന്നു. അപ്പോൾ ഒരു യുഗം എന്ന് പറഞ്ഞാൽ 43,20,000 വർഷമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 43,20,000 വർഷം. അങ്ങനെ ചില യുഗത്തിൽ കൂടുതലുണ്ട്, ചിലതിൽ കുറവുണ്ട്. അപ്പൊ സത്യയുഗത്തിൽ ഏറ്റവും കൂടുതൽ, പിന്നെ ത്രേതായുഗത്തിൽ കുറച്ച് കുറവായി, പിന്നെ ദ്വാപര യുഗത്തിൽ അതിനേക്കാളും കുറവായി, ഇപ്പൊ കലിയുഗത്തിൽ അതിനേക്കാളും ഏറ്റവും കുറവാണ്. കലിയുഗത്തിലാണ് കൽക്കി ഭഗവാൻ വരാൻ പോകുന്നത്. ഈ കൽക്കി എന്നുമുള്ള പേരിൽ പലരും അവതരിച്ചിരിക്കുന്നു ഓൾറെഡി. പക്ഷെ അവർ തന്നെയാണ് പറയുന്നത് ഒരു അവതാരമാണെന്ന്. അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കുതിരയിൽ വരും, വാളെടുത്ത് വരും, അങ്ങനത്തെ ഭഗവാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ഈ ഭഗവാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് അവതാരമാണ്? എന്തിനാണ്? നല്ല
സജ്ജനങ്ങളെ രക്ഷിക്കാനും ചീത്ത വ്യക്തികളെ അവരുടെ നാശത്തിനു വേണ്ടിയും മാത്രമല്ല ഇതിലൂടെ ധർമ്മത്തിനെ പുനഃപ്രതിഷ്ഠ ചെയ്യാനും ഓരോ യുഗത്തിലും വരുന്നു. അപ്പോൾ ഓരോ യുഗത്തിലും ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം, അല്ലെങ്കിൽ ഫോൺ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നല്ലോ. എന്തെങ്കിലും ചീത്തയായ അപ്പോൾ പ്രത്യേകിച്ച് ഭാരതീയർക്കുള്ള ഏറ്റവും എളുപ്പപ്പണി എന്താണ്? അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന. അപ്പോൾ അത് ശരിയാവുന്നു. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തോ. അതിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ അത് ശരിയായി. എന്തായെന്ന് ആർക്കും അറിയില്ല, എന്തോ ആയിരുന്നു പ്രശ്നം. അപ്പോൾ അത് ഇന്നലെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് പോകാൻ തുടങ്ങി ഫോൺ. എന്താണെന്നറിയില്ല, എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അതറിഞ്ഞിട്ട് കാര്യമില്ല, പണി നടന്നു. അപ്പം അതുപോലെ ഈ ധർമ്മത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആധ്യാത്മിക അറിവിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഭഗവാൻ ഒരു സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് നടത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പം അത് ചെയ്താൽ ഉടൻ തന്നെ വീണ്ടും എല്ലാം ശരിയാവുന്നു. പിന്നെ ഒരു യുഗം പോകും, പിന്നെ അടുത്ത യുഗത്തിൽ വീണ്ടും എല്ലാം മറന്നു പോകും. എന്താ ചെയ്യേണ്ടത്? കർത്തവ്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്? വചനാമൃതം വായിക്കുമ്പോൾ അതിൽ വീണ്ടും വീണ്ടും ഗൃഹസ്ഥന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പം ഞങ്ങൾക്ക് എന്താ വഴി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ബംഗാളിയിൽ ചോദിക്കും. അത് കഥാമൃതം, അത് മലയാളത്തിൽ അങ്ങനെ തന്നെ അനുവാദം ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. അപ്പം എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ധർമ്മം അനുഷ്ഠിക്കണം. ആര് ധർമ്മം? നിങ്ങളുടെ ധർമ്മം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ധർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ മതം, ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ജെയിൻ, സിഖ്, ഇസ്ലാം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വധർമ്മം. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ഓരോ വർണ്ണത്തിലും, അതായത് ഓരോ ജാതിയിലും ഓരോ ആശ്രമത്തിലും, അതായത് ഓരോ ജീവിത അവസ്ഥയിലുമുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ധർമ്മം, ആ സ്വധർമ്മം നമ്മൾ അനുഷ്ഠിച്ചിരിക്കണം. അത് എത്ര പ്രായമായാലും, ഏതൊരു അവസ്ഥയിലാണെങ്കിലും, ഏതൊരു ആശ്രമത്തിലാണെങ്കിലും, അതായത് ജീവിതത്തിൻ്റെ അവസ്ഥ, ബ്രഹ്മചര്യ, ഗാർഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ, അങ്ങനെ ഏത് അവസ്ഥയിലുണ്ടായിരുന്നാലും ഈ ധർമ്മം അനുഷ്ഠിച്ചിരിക്കണം. അധർമ്മത്തിനെ മാറ്റിവെക്കണം, ഒഴിവാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ധർമ്മ സംസ്ഥാപനാർത്ഥ എന്ന് വെച്ചാൽ എങ്ങനെ, ഈ അധർമ്മം മാറ്റിവെച്ച് സ്വധർമ്മം അത് പ്രവർത്തിക്കാൻ പറ്റും, അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിനുള്ള ഒരു ആത്മവിശ്വാസം അത് ആൾക്കാർക്ക് ഉണ്ടായാൽ അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ധർമ്മം, സ്വധർമ്മം അനുഷ്ഠിക്കും. പക്ഷേ ഒരുപാട് സമയമാകുമ്പോൾ എന്താകുന്നു? ഈ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ വിശ്വാസമില്ലാതെ പോകുന്നു. ഇപ്പോ ഈ 2023 നമ്മൾ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച് തന്നെ ആലോചിക്കാം. ഒരു വ്യക്തി പ്രാർത്ഥന ചൊല്ലണം, പ്രത്യേകിച്ച് ഈ പൂനൂല് ധരിച്ച വ്യക്തി, യജ്ഞോപവീതം അത് ധരിച്ച വ്യക്തി 3 സമയം, സന്ധ്യ എന്ന് പറയുന്ന 3 സമയം, അതായത് രാത്രി പോയി രാവിലെ വരുമ്പോൾ, പകൽ വരുമ്പോൾ ആ സന്ധി ക്ഷണത്തിൽ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പോയി രാവിലെ പോയി ഉച്ചയ്ക്ക് വരുമ്പോൾ, ഉച്ച ആകുമ്പോൾ അത് സന്ധി, പിന്നെ വൈകുന്നേരത്തിൽ നിന്ന് രാത്രിയിലേക്ക് പോകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ, സൂര്യൻ നടുക്ക് ഉള്ളപ്പോൾ, ഇതൊക്കെ സന്ധിയാണ്. അപ്പൊ ഈ സന്ധ്യാവന്ദനം, ആ സന്ധി സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുന്നില്ല മിക്കവർ ആൾക്കാർ. അപ്പൊ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇത് എനിക്ക് കൃത്യനിഷ്ഠയോട് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. അപ്പൊ ആ വിശ്വാസം വീണ്ടും
ആ വിശ്വാസം കൊണ്ടുവരുന്നതാണ് അവതാരം ആരാണോ അവരുടെ ചുമതല, അല്ലെങ്കിൽ അവരുടെ ദൗത്യം അതാണ്. ഇപ്പോൾ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ അവതരിച്ചു. അപ്പോൾ അവതരിച്ചപ്പോൾ അന്നത്തെ കാലത്തിൽ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ സനാതന മതത്തിൻ്റെ രീതികളൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണോ എന്നുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാ രാംമോഹൻ റായ് തുടങ്ങിയ ബ്രാഹ്മോ സമാജ്, ആ ബ്രാഹ്മോ സമാജ് എന്തായിരുന്നു? ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളിയിൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതിനെ അതേപടി അനുകരിച്ച് അങ്ങനെയായിരുന്നു പ്രാർത്ഥന. എന്തുകൊണ്ടാണ്? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതേ സാധ്യമുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ അവിടെ എന്തായി? ഈ സ്വധർമ്മം പാലിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറ്റും എന്നുള്ളത് വിശ്വാസം, ആ കാര്യത്തിൽ വിശ്വാസം ഇല്ലാതായി. ആ കാര്യത്തിൽ വിശ്വാസം ഇല്ലാതായി. അപ്പോ അങ്ങനെ ഈ സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് 1836 ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നത്. എന്നിട്ട് ഒറ്റ ജീവിതത്തിൽ ആത്മീയ വഴിയിൽ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലും പിന്നെ ക്രിസ്ത്യ ധർമ്മത്തിലും ക്രിസ്തുവ ധർമ്മത്തിലും ഇസ്ലാം മതത്തിലും എല്ലാറ്റിലും തന്നെ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അനുഷ്ഠിച്ച് അതൊക്കെ സാധന ചെയ്ത് ആ മതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്താണോ അത് പ്രാപിച്ചു. അപ്പൊ ഇവിടെ ഈ മതങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന്, അല്ലെങ്കിൽ അതിൽ വിശ്വാസം വരാതിരിക്കുന്ന അവസ്ഥയിലാണ് ഒരുപാട്, നേരെ എതിരായും പറയാം, ഒരുപാട് സംശയം ഉള്ള സമയത്താണ് അവതാരം വരുന്നത്. ഇപ്പോ മഹാഭാരതത്തിന്റെ കാര്യം തന്നെ എടുത്താൽ അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധഭൂമിയിലാണ്. അപ്പൊ എവിടെയും അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ അർജുനൻ ഇത്രയും വലിയ സേനയെ കണ്ടിട്ട്, പിന്നെ തനിക്ക് എതിരെ, അർജുനന് എതിരെ ഉള്ളത് ഗുരുക്കന്മാരാണ് എന്ന് കണ്ടിട്ട് അത്രയ്ക്കൊന്നും അർജുനന്റെ സേന അത്രയ്ക്കൊന്നും വലുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ എല്ലാം ചേർന്ന ഒരു ഭയം, ഒരു പേടി, എന്നിട്ട് അതുപോലെ തന്നെ ഇതൊന്നും വേണ്ട എന്നുള്ള നിലയിൽ തീരുമാനത്തോടെ അർജുനൻ എന്ത് ചെയ്യുന്നു? രഥത്തിലിരിക്കുന്നു. ഗാണ്ഡീവം സംസത്തെ ഹസ്താത്, ഗാണ്ഡീവം അത് കയ്യിൽ നിന്ന് വീഴുന്നു, രഥത്തിലിരിക്കുന്നു, ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന്. അപ്പൊ ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം, സ്വധർമ്മമാണ് യുദ്ധം. അർജുനൻ ആ സ്വധർമ്മം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അർജുനന്റെ സ്വധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ സ്വധർമ്മം മറന്ന് അർജുനൻ ഒരു തത്വശാസ്ത്രജ്ഞനെ പോലെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും, കുറെ ആൾക്കാർ മരിക്കും, മരിച്ചാൽ പിന്നെ കുലസ്ത്രീകളൊക്കെ അതായത് മരിക്കും, അപ്പൊ അതുകൊണ്ട് അവിടെ ഉള്ള ആചാരങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ആവും. അങ്ങനെ ചെയ്യാതെ പറ്റാതെ വന്നാൽ അപ്പോ ഇങ്ങോട്ടും അങ്ങോട്ടും കുറെ കലർന്നു പോകും, വർണ്ണസങ്കരഹ എന്നൊക്കെ വളരെയധികം യുക്തിപരമായി വർത്താനം പറയുന്ന പോലെ തോന്നുന്ന രീതിയിൽ പറയുന്നു. എന്തുകൊണ്ട്? ക്ഷത്രിയ മതം അല്ലെങ്കിൽ ക്ഷത്രിയ ധർമ്മം, ക്ഷത്രിയന്റെ എന്തൊക്കെയാണ് ക്ഷത്രിയൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അർജുനന് വ്യക്തമല്ലാതെ പോകുന്നു. അപ്പൊ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ ഭഗവത്ഗീതയിലൂടെ, എന്താണ് നീ യഥാർത്ഥത്തിൽ ആരാണ്, നിനക്ക് ഇപ്പോ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്
പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ധർമ്മസ്ഥാപനാർത്ഥായ, ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ധർമ്മസ്ഥാപനാർത്ഥായ, ധർമ്മത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയും സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഒരു വശം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, നല്ല വ്യക്തികളെ അല്ലെങ്കിൽ സജ്ജന വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും പരിത്രാണായ, അതുപോലെ തന്നെ ദുഷ്കൃതാം വിനാശായ, ദുർജനങ്ങളെ ദുർജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയും, അതായത് അവരിനെ കൊല്ലാൻ വേണ്ടിയും അവരിനെ നശിപ്പിക്കാൻ വേണ്ടിയും ആണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതുകൊണ്ടാണ് ഈ ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയും ദുർജനങ്ങളെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയും ഈ യുഗേ യുഗേ സംഭവാമി, ഓരോ യുഗത്തിലും ഭഗവാൻ വരുന്നു എന്ന് പറയുന്നു. ഓരോ യുഗത്തിലും ഭഗവാൻ വരുന്നു എന്ന് വെച്ചാൽ വരുന്ന പോലെ തോന്നുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ ഇവ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിക്കും വാക്ക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് വേറൊരു വാക്കോട് ചേരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഇവ എന്ന് വെച്ചാൽ അതുപോലെ എന്നർത്ഥം. അതുപോലെ. അപ്പൊ ഇവിടെ അവതാരം എടുത്തതുപോലെ തോന്നുന്നു എന്ന് ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നു. അപ്പൊ അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അവതാരമാകുന്നത്, അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ജനിക്കുന്നതും മരിക്കുന്നതും. അതുകൊണ്ട് അർജുന, നീ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ ജനനം മരണം. ഞാൻ അത് സ്വേച്ഛയാ, ഞാൻ എപ്പോഴാണോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഭക്തി അത് അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തിന് മോശമാണ് തോന്നുന്നു, എനിക്ക് ഇവിടെ ധർമ്മം അവസാനിച്ചിരിക്കുന്നു, സ്വധർമ്മം ആരും അനുഷ്ഠിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗത്തിലും, അത് യുഗം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര വർഷങ്ങളാണല്ലോ. അപ്പോ ആ ഒരു യുഗത്തിന് ഒരു അവതാരം, ഓരോ യുഗത്തിനും ഒരു അവതാരം. അങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ വിവേകാനന്ദ സ്വാമികൾ യുഗാവതാര എന്ന് വിശേഷിപ്പിക്കുന്നത്, അതായത് ഈ യുഗത്തിന്റെ അവതാരം. അപ്പൊ അവിടെ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. എന്ത് അവതാരം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നന്മയെ വർദ്ധിപ്പിക്കാനും നമ്മളിലുള്ള തിന്മയെ ഒഴിവാക്കാനും. അപ്പൊ അതൊരു വ്യക്തിയാകാം, ഒരു സമൂഹമാകാം, രാജ്യമാകാം, മൊത്തം ലോകവും ആവാം. അതാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ അവതാരം ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞില്ല, താനി അഹം വേദ സർവാണി, താനി അഹം അഹം താനി സർവാണി വേദ, എല്ലാ ജന്മങ്ങളെ കുറിച്ചും മരണങ്ങളെ കുറിച്ചും എനിക്കറിയാം, പക്ഷെ നിനക്ക് അറിയില്ല. ന ത്വം വേദ, നിനക്ക് അറിയില്ല. അപ്പൊ അത് എന്തുകൊണ്ട് അറിയും, എങ്ങനെ അറിയും? അപ്പൊ ജനനം മരണം എന്ന് പറഞ്ഞു. അപ്പോ എന്തുകൊണ്ടാണ് ജനിക്കുന്നത്, ഭഗവാൻ എന്തുകൊണ്ടാണ് ശരീരം ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തിനെ, സ്വധർമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വേറെ അപകടങ്ങളിൽ നിന്ന്, അതായത് അധർമ്മത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ധർമ്മം നമ്മൾ കണ്ടല്ലോ, ആരൊക്കെ എന്തൊക്കെ ചെയ്യണോ അവരെ ആശ്രമം കൊണ്ടും വർണ്ണം കൊണ്ടും, അതായത് അവരുടെ ജാതി എന്ന് നമ്മൾ പറയുന്ന ആ ജാതി കൊണ്ടും, അതുപോലെ തന്നെ ജീവിതാവസ്ഥ, ആശ്രമം, ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യാശ്രമം എന്താണോ അതിനനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നില്ല
എന്ന് വരുമ്പോഴാണ് അവതാരമെടുക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും വന്നപ്പോൾ എനിക്കറിയാം ഇത് ഈ ആദ്യം ഭഗവാൻ തന്നെ ഈ രഹസ്യം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ അത് സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തു. സൂര്യഭഗവാൻ അത് വേറെ സ്വാമിമാർ, വേറെ സൂര്യഭഗവാൻ അത് ഇതിന് കൊടുത്തു, മനുവിന് കൊടുത്തു. മനു അത് ഇക്ഷ്വാക്കുന് കൊടുത്തു. അപ്പൊ അവിടെ നിൽക്കുന്നില്ല. ആക്ച്വലി ആചാര്യന്മാർ, സ്വാമിമാർ, അങ്ങനെ സാധു, പിന്നെ അവതാരങ്ങൾ, അവര് വഴി അത് വീണ്ടും അങ്ങനെ പകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതവിടെ നിന്നു എന്നല്ല, ഇത് ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി പറഞ്ഞതാ, മനു ഇക്ഷ്വാക്കു എന്ന്. അപ്പൊ ഇക്ഷ്വാക്കു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ രാമചന്ദ്രന്റെ വംശം. അപ്പൊ ആ വംശം ഭഗവാൻ രാമചന്ദ്രൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ പോയല്ലോ ഇക്ഷ്വാക്കു. അപ്പൊ അങ്ങനത്തെ വംശം അതവിടെ നിന്നൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇന്നും ആ പാരമ്പര്യം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പോൾ അതാത് കാലത്തിൽ അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിൽ നിന്ന് അതിൽ കുറേ തെറ്റുകൾ വരുന്നത് കൊണ്ടും പോരായ്മകൾ വരുന്നത് കൊണ്ടും അതിനെ തിരുത്താൻ വേണ്ടി വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ വീണ്ടും ആ ആദ്യം പറഞ്ഞ ആ ജ്ഞാനം എങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നത്, ഈ കാലം കാലമായി പാരമ്പര്യമായി വരുന്നു, പകർന്നു കൊടുക്കുന്നു എന്നുള്ളതിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അപ്പോ ഇവിടെ ഈ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം എന്താണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അർജുന യഹ ആരാണോ മേ എൻ്റെ ഏവം ഇത്തരമുള്ള, അതായത് ഇതുവരെയും പറഞ്ഞ പ്രകാരം ദിവ്യം ജന്മ, ദിവ്യമായ അല്ലെങ്കിൽ ദിവ്യമായ ജന്മം. ഈ ജന്മം സാധാരണ ജന്മം അല്ലല്ലോ. സാധാരണ ആൾക്കാര് കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജന്മം ഉണ്ടാവുന്നത്, മരണം ഉണ്ടാവുന്നത്, ജനന മരണമൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് സ്വന്തം ഇച്ഛയിൽ വരുന്നതാണ്. അപ്പോ ഈ ദിവ്യമായ ജന്മം ച മാത്രമല്ല കർമ്മം, പ്രവർത്തനം തത്വതഃ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണോ അതേപോലെ വേത്തി അറിയുന്നത്. ആരാണോ എൻ്റെ ജന്മം, എൻ്റെ മരണം എന്നുള്ള ഇതിനെ യഥാർത്ഥത്തിൽ അറിയുന്നത്, ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി ദേഹം ത്യക്ത്വാ പുനർജന്മ ന ഏതി മാം ഏതി. ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, ദേഹം ത്യക്ത്വ ശരീരം ത്യജിക്കുമ്പോൾ, അതായത് ആ വ്യക്തി മരിക്കുമ്പോൾ, പുനഃ ജന്മ ന ഏതി, ആ വ്യക്തി വീണ്ടും, ഏത് വ്യക്തി? യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്നും ഭഗവാൻ ഇങ്ങനെ ജനിക്കുന്നതൊക്കെ കണ്ടിരുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ സാധാരണ ജനനം മരണം അല്ല എന്നും ആരാണോ യഥാർത്ഥത്തിൽ ശരിക്കും തത്വതഃ ശരിക്കും മനസ്സിലാക്കുന്നത്, വേത്തി അറിയുന്നത്, ആ വ്യക്തി ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മരിച്ചെന്ന് കഴിഞ്ഞിട്ട് ആ വ്യക്തി ജന്മം പ്രാപിക്കുന്നില്ല, അടുത്ത ജന്മം ആ വ്യക്തി കിട്ടില്ല. മാം ഏതി, ആ വ്യക്തി ഭഗവാനായ എന്നെ പ്രാപിക്കുന്നു, അതായത് ആ വ്യക്തിക്ക് മോക്ഷം ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മോക്ഷം എന്ന് പറയുന്നത് അത് ബാഹ്യ തലത്തിലുണ്ടാവുന്ന മാറ്റമല്ല. അത് ഭക്തി വഴി നോക്കിയാലും കർമ്മയോഗം വഴി നോക്കിയാലും അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്ന രാജയോഗം വഴി നോക്കിയാലും അല്ലെങ്കിൽ ജ്ഞാനയോഗം വഴി നോക്കിയാൽ, എങ്ങനെ നോക്കിയാലും മാറ്റം ഉണ്ടാവുന്നത് നമ്മിലാണ്, പുറത്തല്ല.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എങ്ങനെ ആരാണോ ഇത് അറിയുന്നത്, യഥാർത്ഥത്തിൽ ശരിക്കും ആരാണ് ഇത് അറിയുന്നത്, ആ വ്യക്തി ജന്മ മൃത്യു ആ ചാക്രിക അവസ്ഥയെ മറികടന്നു പോകുന്നു. ജനന മരണ അവസ്ഥയിൽ നിന്ന് ആ വ്യക്തി മുക്തനാകുന്നു. മാമേത്തി, മാത്രമല്ല എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ഭഗവത് ദർശനം കിട്ടണമെങ്കിൽ ആ വ്യക്തി ഈ ലോകത്തിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത്ര മതി. എന്താണ് ഇവിടെ ഈ ദിവ്യം? ഇതാണ്, ആദ്യം പറഞ്ഞില്ലേ, അതായത് എല്ലാ ജീവികളുടെയും അജോപി എന്ന് വെച്ചാൽ ജനനമില്ലെങ്കിലും, അതുപോലെ തന്നെ അവ്യയാത്മ ഒരു നാശവും ഇല്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ജീവൻ, ഭൂതാനാം ഈശ്വര, എല്ലാ ജീവികളുടെയും പ്രഭു എന്നൊക്കെ ആരാണോ അറിയുന്നത്, അങ്ങനെ ഇരുന്നും മമ മായയ, അതായത് ആത്മമായ, എൻ്റെ മായ കൊണ്ട്, അതായത് ഭഗവാന്റെ മായ കൊണ്ട് ജനിക്കുന്ന പോലെ തോന്നുന്നു, അങ്ങനത്തെ അറിവ് ആർക്കാണോ ഉള്ളത്, അതാണ് യോ വേത്തി തത്വത, ആരാണോ അതിനെ ശരിക്കും അറിയുന്നത്. ശരിക്കും അറിയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവന് ഷാക്ചുന്നി അല്ലേ, ഷാക്ചുന്നി. അപ്പൊ ഷാക്ചുന്നി ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനെ പൂജിച്ചില്ലേ, അതായത് നിങ്ങൾ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അത് ആരാണ്? അത് ഷാക്കാരി. അപ്പോ ഷാക്കാരി ആണ് ആദ്യം ഭഗവാനെ അവതാരം എന്ന് മനസ്സിലായത്. എനിക്കും മനസ്സിലായി നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പൂജിച്ചു. അപ്പൊ ഭഗവാൻ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പൊ അത് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് ആദ്യം അവിടെ തന്നെ കാമർ പൂക്കോട്ടിൽ വെച്ച് തന്നെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഷാക്ചുന്നി വേറെ, അത് സ്വാമിജി ഇട്ട പേരാണത്. അത് വേറെ ഒരാൾക്ക് ഇട്ട പേരാണ്. അക്ഷയ് കുമാർ സെൻ ഇട്ട പേര്. അപ്പോ ഇത് ഷാക്കാരി. അപ്പോ ഷാക്കാരീന് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായി. അതുപോലെ ചില ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ആൾക്കാർക്ക് ആർക്കാണോ അത് മനസ്സിലാവുന്നത്, അവര് പിന്നെ വീണ്ടും ജനിക്കുന്നില്ല. അവര് എന്തുകൊണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മീയ ജീവിതം അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരുപാട് ജോലി എടുത്തത് കൊണ്ട് കർമ്മയോഗി ആകുന്നില്ല. ഒരുപാട് താർക്കിക രീതിയിൽ, അതായത് യുക്തിപരമായി ചിന്തിച്ചത് കൊണ്ട് ഒരാൾ ജ്ഞാനയോഗി ആകുന്നില്ല. ഒരുപാട് ഭജന ചെയ്തത് കൊണ്ടോ പൂജ ചെയ്തത് കൊണ്ടോ ഭക്തനാകുന്നില്ല, ഭക്തയോഗി ആകുന്നില്ല. അതുപോലെ തന്നെ കുറേ നേരം ഇങ്ങനെ നിവർന്ന് ഇരുന്ന് കണ്ണടച്ചും ഇരുന്നത് കൊണ്ട് ഒരാള് രാജയോഗിയും ആവുന്നില്ല. അത് ശരിക്കും അത് ആ മാനസിക അവസ്ഥയാണ്. അപ്പൊ ഒരു വ്യക്തി കുറച്ചു പണി ചെയ്താലും തീരെ സ്വാർത്ഥപരമായ ചിന്ത ഇല്ലാതെ, ഒട്ടും സ്വാർത്ഥപരമായ ചിന്ത അല്ലെങ്കിൽ ആസക്തി ഇല്ലാതെ നിഷ്കാമ പ്രവർത്തനം ചെയ്താൽ ആ വ്യക്തിയാണ്, അനാസക്തനായിരുന്നാൽ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി. അതുപോലെ തന്നെ ഒരു വ്യക്തി വലിയ പാട്ടൊന്നും പാടാതെ ഒന്നും വലിയ പൂജ ഒന്നും ചെയ്യാതെ എപ്പോൾ നോക്കിയാലും ഭഗവാന്റെ നാമം മാത്രം ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭക്തിയോഗി അയാളാണ്, അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒന്നും യുക്തിപരമായിട്ടൊന്നും വലിയ അങ്ങനെ എല്ലാം ശാസ്ത്രമൊക്കെ വായിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ, പക്ഷെ ഈ ഭഗവാൻ ഒരു ദിവസം തുര്യാനന്ദജിന്റെ അടുത്ത് പറയുന്നില്ലേ, ഹരി നിന്റെ വേദാന്തത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇത്രയല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പോ അത് പഠിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഒന്നും വരുന്നില്ലല്ലോ എന്ന്. അപ്പൊ അതാണ്. അപ്പൊ ഇത് ഓരോ മുഹൂർത്തവും ഇത് മാത്രം ഓർക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനയോഗി.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം ഒക്കെ ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു മനസ്സിൻ്റെ മാനസിക അവസ്ഥേൻ്റെ കളിയാണ്, മനസ്സിൻ്റെ കളിയാണ്. അതായത് ഇത് ബോധത്തിൻ്റെ കളിയാണ്. പ്രഹ്ലാദന് നല്ല ഉറപ്പുണ്ട് ഭഗവാൻ എല്ലാവിടെയും ഉണ്ടെന്ന്. ഹിരണ്യകശിപുന് ഉറപ്പില്ല. ഇത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നും വ്യത്യാസമില്ല. നാരായണ നാരായണെന്ന് പ്രഹ്ലാദനെക്കാളും എത്രയോ അധികം ഹിരണ്യകശിപാണ് പറഞ്ഞത്. അപ്പൊ പക്ഷെ വിശ്വാസമില്ല എന്നുള്ളത് മാത്രം. അപ്പോ ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോ ഈ വ്യത്യാസമാണ്. അതുകൊണ്ട് യോ വേത്തി തത്വതഃ, ആരാണോ ശരിക്കും അത് അറിയുന്നത്, ശരിക്കും അറിയുന്നത്, ശരിക്കും അറിയുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തി, അപ്പോൾ ആ വ്യക്തിക്ക് ആത്മജ്ഞാനം കിട്ടും. ആ വ്യക്തി ശരിക്കും അറിഞ്ഞതിന് ആത്മജ്ഞാനിയായി. ആത്മജ്ഞാനി ആ വ്യക്തി ആയി, ആത്മജ്ഞാനം കിട്ടും. ആ വ്യക്തി വീണ്ടും ഒരിക്കലും ജനിക്കില്ല. അപ്പോ ഇവിടെ എന്താണ് നമ്മൾ ശരിക്കും അറിയേണ്ടത്? ഭഗവാൻ സർവവ്യാപിയാണ്, എല്ലാവരെയും വ്യാപിച്ചിരിക്കുന്നു. എല്ലാ കാലങ്ങളിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു പ്രതീകം പോലെയാണ് ഇവിടെ പറയുന്നത്, സംഭവാമി യുഗേ യുഗേ, യുഗേ യുഗേ സംഭവാമി, ഞാൻ എല്ലാ യുഗത്തിലും വരുന്നു എന്ന്. അപ്പോൾ ഭഗവാൻ വന്നാൽ മാത്രമാണോ ഭഗവാൻ ഉള്ളത്? അതായത് ഭഗവാൻ ശരീരം ധരിച്ചാൽ മാത്രമാണോ ഭഗവാൻ ഉള്ളത്? പോട്ടെ, ഭഗവാൻ ഈ ശരീരം ധരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ ശരീരമല്ല എന്ന് പറയുന്ന ആ ശരീരത്തിൽ ഭഗവാൻ ഇല്ലേ? ഇപ്പൊ ഒരു പ്രാണി നമ്മൾ കാണുന്നു, അപ്പൊ അതിന്റെ ശരീരത്തിൽ ഭഗവാൻ ഇല്ലേ? അതെങ്ങനെ? അസാധ്യമാണല്ലോ. അപ്പൊ ഭഗവാൻ ധരിക്കുന്നു എന്നൊക്കെ ഈ പറയുന്ന ശരീരം, അത് വേണമെങ്കിൽ കുറച്ചും കൂടി അവിടെ ആ ദിവ്യ തത്വത്തിന്റെ വെളിപാടുണ്ടാവും, കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതലായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നൊക്കെ പറയുന്ന പോലെ കൃഷ്ണ അവതാരത്തിൽ ഭഗവാന്റെ വെളിപാട് കൂടുതലാണ് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഒരു ഉറുമ്പിലോ കൊതുകിലോ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ കുറവാണ്, പക്ഷെ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അവതാരം എന്ന് പറയുമ്പോൾ, അവതാരം എന്താണ് എന്ന് പറയുമ്പോൾ ഈ ലോകം തന്നെ, അതാണ് ആത്മമായയാ സംഭവാമി, എൻ്റെ മായ കൊണ്ട് ഞാൻ ശരീരം ധരിക്കുന്നു, എൻ്റെ മായ കൊണ്ട്. അപ്പൊ ഈ മായ എന്ന് വെച്ചാൽ എന്താണ്? ഈ കാണുന്നതൊക്കെ എല്ലാം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, അതിനെ നമ്മൾ പലതായി കാണുന്നു. അപ്പൊ ആ ഒന്ന് എന്താണ്? ഭഗവാനാണ്. ഇതിപ്പോ അദ്വൈത വേദാന്തം ആകണമെന്നൊന്നും ആവശ്യമില്ല. ബംഗാളിയിൽ ഒരു ചൊല്ലുപോലെ പറയും, യത്ര നത്ര നയൻ പൊടെ തത്ര തത്ര കൃഷ്ണസ്ഫുരെ. അതായത് എവിടെ എവിടെയൊക്കെ കണ്ണ് പെടുന്നു അവിടെയൊക്കെ കൃഷ്ണനെ കാണുന്നു എന്ന്. അപ്പൊ അത് ഒരു വൈഷ്ണവ ഇതാണ്. അപ്പൊ അതാണ് അവസ്ഥ. അങ്ങനെ ഭഗവാൻ എല്ലാ സ്ഥലത്തും എല്ലാ മുഹൂർത്തത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് അത് തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയല്ല എന്ന് തോന്നുന്നു. പക്ഷെ തിരിച്ചറിഞ്ഞാൽ ഉടനെ ആത്മജ്ഞാനം കിട്ടും. ആത്മജ്ഞാനം കിട്ടും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.